ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ സുൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പോപ്പുലർ വാച്ച് ബ്രാൻഡായ കാസിയോ ബ്രാൻഡിൻ്റെ ഒരു വാച്ചുമായിട്ടാണ്. കാസിയോ ഒരു ജാപ്പനീസ് വാച്ച് ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള F91W മോഡൽ വാച്ചായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വാച്ച് ബോക്സിൽ വാച്ചിനോടൊപ്പം യൂസർ മാനുവലും വാറണ്ടി ബുക്ക്ലെറ്റും അവൈലബിൾ ആണ്. 30 ഇയേഴ്സായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 3 മില്യൺ യൂണിറ്റ്സ് ഇയർലി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മിനിമൽ ആൻഡ് ക്ലാസി വാച്ച് ആണ് കാസിയോ F91W മോഡൽ വാച്ച്. 21 ഗ്രാംസ് വെയിറ്റോട് കൂടിയ ഈ വാച്ചിന് 38.2 mm ലെങ്ത്തും 35.2 mm വിഡ്ത്തും 8.5 mm തിക്നെസ്സുമാണ് ഉള്ളത്. ടൈം അഡ്ജസ്റ്റ്മെൻറ്റിനും ഫങ്ഷൻസിനുമായി 3 ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. വാച്ചിൻ്റെ കേസ്, ബെസൽ, ഗ്ലാസ്, ബാൻഡ് എന്നിവ റിസിൻ മെറ്റീരിയലും ബാക്ക് സൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലുമാണ്. ക്ലാസി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഈ വാച്ചിൻ്റെ മറ്റ് പ്രത്യേകതകൾ: ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 7 ഇയേഴ്സ് ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വാച്ചാണിത്. ആൻഡ് ഒബാമ, ഒസ്മ ബിൻ ലാദൻ, ബിൽ ഗേറ്റ്സ് അങ്ങനെ പല പ്രമുഖരും ഈ വാച്ച് വെയർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ ആക്യുറസി, ഡ്യൂറബിലിറ്റി എല്ലാം കാരണമാവാം പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലും ഈ വാച്ച് യൂസ് ചെയ്തതായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാച്ചിന് ടെററിസ്റ്റ് വാച്ച് എന്നും ഒരു പേരുണ്ട്. ഇനി വാച്ചിലേക്ക് വന്നാൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഹവർ, മിനിറ്റ്, സെക്കൻഡ്, PM, ഡേറ്റ്, ഡേ എന്നിവയെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വാച്ചിൽ കാണാം, ഇപ്പോൾ 24 ഹവർ ഫോമാറ്റിലാണ് ഉള്ളത്. 24 ഹവറിന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഇനി അത് 12 ഹവർ ഫോമാറ്റിലേക്ക് മാറ്റാനായി റൈറ്റ് സൈഡ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. LED ലൈറ്റിനായി ലെഫ്റ്റ് സൈഡ് അപ്പർ ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി വാച്ചിൽ എങ്ങനെയാണ് അലാം സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡ് ലോവർ ബട്ടൺ യൂസ് ചെയ്ത്, ദാറ്റ്സ് മോഡ് ബട്ടൺ യൂസ് ചെയ്ത് അലാം ഫങ്ഷൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഏത് ടൈമിലേക്കാണോ അലാം സെറ്റ് ചെയ്യേണ്ടത് ആ ടൈം നമുക്ക് റൈറ്റ് സൈഡ് ബട്ടണെല്ലാം യൂസ് ചെയ്ത് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അലാം ഓൺ ആണ്. ഇനി ഓഫ് ചെയ്യാനായി വീണ്ടും അലാം ഫങ്ഷൻ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ അലാം ഓഫ് ചെയ്തതായി കാണാം. ഇനി എങ്ങനെയാണ് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മോഡ് ബട്ടൺ യൂസ് ചെയ്ത് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് ബട്ടൺ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യാനും സെയിം ബട്ടൺ യൂസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ വാച്ചിൽ ടൈം, ഡേറ്റ്, ഡേ എവറിത്തിങ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മോഡ് ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. വീണ്ടും നമുക്ക് ലെഫ്റ്റ് അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജെന്യൂനിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി റൈറ്റ് സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ കാസിയോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ആൻഡ് 3 ബട്ടൺസും ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാറ്റേണും ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇത് എവറിഡേ വെയറായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസി വാച്ചാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയും വാച്ചെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ഇത് സുൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോയിൽ വേറൊരു വാച്ചുമായി കാണുന്നവരെ ബൈ ഫ്രം ദ സുൾട്രിറ്റിക്ക.